ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നൊരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. 1 കിലോ ചിക്കന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്തത്. ഇനി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അരക്കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുക. ഒരു പിടി മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി 4 പച്ചമുളക് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് അതും ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് 5 സവാള കനം കുറച്ച് നീളത്തിൽ മുറിച്ചത് പൊരിച്ചെടുക്കുക. ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ച് സവാള അതിലേക്ക് കുറേശ്ശിട്ട് പൊരിച്ചെടുക്കുക. സവാളയൊക്കെ നല്ലതുപോലെ പൊരിഞ്ഞു വന്ന് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റുക എണ്ണയിൽ നിന്ന്. പാത്രത്തിലിടുമ്പോൾ അത് കട്ട ഉടച്ചിടണം, അല്ലെങ്കിൽ കട്ട കുത്തിപ്പോവും. ഇനി ഒരു ചെമ്പ് അടുപ്പിലേക്ക് വെച്ചിട്ട് ആ ഉള്ളി പൊരിച്ച ഓയിൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുക. ആർക്കെയ്യാണത്. ഇനി മസാല തേച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി പൊരിച്ച് വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ദമ്മിടാനോടെ വെച്ചിട്ട് ബാക്കി ഫുള്ളും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അടച്ച് വെച്ച് വേവിക്കുക. ഇനി അടുപ്പിലൊരു ചെമ്പ് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം തിളപ്പിക്കുക, ചോറ് വെച്ച് ഊറ്റാൻ. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, മുഴുവനായിട്ടുള്ള കുരുമുളകും കുറച്ചിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നല്ലതുപോലെ തളിച്ചതിന് ശേഷം കഴുകി വെച്ച ബസ്മതി അരി 1 കിലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ്. അതെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും. ഇനി ഒന്ന് ഇളക്കി വേവിച്ചെടുക്കുക. ചോറ് വേവായി. ഇനി ഊറ്റിയെടുക്കാം. ഇനി ആ
മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാല വേവിച്ച് വെച്ച് മുഴുവനായിട്ടും അതിലേക്ക് ഊറ്റിയിട്ട് കൊടുക്കുക ചോറ്. ഇനി പൊരിച്ച് വെച്ച ഉള്ളി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി തീ കത്തിച്ച് നല്ലതുപോലെ ആവി വരുന്ന വരെ വെക്കുക. ചോറും ഇറച്ചിയൊക്കെ വെന്തതാണല്ലോ. നല്ലോണം ആവിയൊക്കെ വന്ന് ഇനി മിക്സ് ചെയ്യാം. സർവിംഗ് ഡിഷിലേക്ക് മാറ്റുക. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.